ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ശിവരാമേട്ടനും ടീച്ചറമ്മയും കനിയും കൂടി സുജിയുടെ വീട്ടിലേക്ക് എത്തുകയാ. അവരുടെ കൂടെ കനിയെയും കണ്ട് ആഹാ കനിയും ഉണ്ടല്ലോ എന്ന് സുജി ചോദിക്കേ. നമ്മള് തലമൂത്ത ബാച്ചിന്റെ ഭവന സന്ദർശനമല്ലേ എന്ന് കനിയും ചിരിയോടെ പറയുകയാ. വാ അപ്പച്ച വാ ടീച്ചറെ എന്ന് സുജി വിളിക്കുമ്പോഴേക്കും ഏട്ടനെ അപ്പച്ച എന്ന് വിളിക്കുകയാണെങ്കിൽ എന്നെ പിന്നെ അപ്പാന്ന് വിളിക്കണ്ടേ എന്ന് ടീച്ചറമ്മയും ശീലിച്ചു പോയതുകൊണ്ടല്ലേ ടീച്ചറെ വായെന്ന് അവൾ അകത്തേക്ക് സ്വീകരിക്കുകയാ അവരെ. ചേറിയിരിക്കായിരുന്ന അവളുടെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഓരോരുത്തരെയായി അവൾ പരിചയപ്പെടുത്തുകയാ. അരികിൽ ഒരു ചെയറിൽ തന്നെ അവളുടെ സിസ്റ്ററും ഇരിപ്പുണ്ട്. അച്ഛാ ഇത് റജി ചേട്ടന്റെ അപ്പച്ചൻ, അതപ്പ ഇത് സിസ്റ്റർ. അവരെ പരിചയപ്പെടുത്തി കൊടുത്ത് ഇരിക്കാനായി പറയുക സുജി. അവരെ കണ്ട് അവളുടെ അനിയത്തിയും പരിഭ്രമത്തോടെ ഇരിക്കുക. ടീച്ചർ അമ്മയും കൂട്ടരും അക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. റജി ഇറങ്ങില്ലല്ലേ എന്ന് സുജിയോട് അച്ഛൻ ചോദിക്കേ. ഇല്ല വന്നില്ല, ഞങ്ങളൊന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് വെച്ചു എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും സുജി ചായയുമായി അങ്ങോട്ടെത്തുകയാ. ചായ എന്താ ഇൻസ്റ്റന്റ് പരിപാടിയാണോ എന്ന് കനി ചോദിക്കേ. നിങ്ങൾ ജംഗ്ഷനിലെത്തിന്ന് പറഞ്ഞപ്പോ തന്നെ ചായക്ക് വെച്ചു എന്ന് സുജിയും. പേടിയോടെ തങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സുജിയുടെ അനിയത്തിയോടായി മോളെ ഇങ്ങോട്ട് നോക്കിക്കേ എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. അവൾ വീണ്ടും പേടിയോടെ മുഖം തിരിക്കുമ്പോഴേക്കും ഞങ്ങളെ പേടിയാ അതോ പിണക്കമാണോ എന്നൊക്കെ ടീച്ചറമ്മ ചോദിക്കേ. പുതിയ ആരെങ്കിലും കണ്ടാല് അവൾക്ക് കംഫർട്ട് പ്രശ്നമാവും, പിന്നെ ഇങ്ങനെ മുഖം തിരിച്ചിരിക്കുമെന്ന് സുജിയും. അങ്ങനെയൊന്നുമില്ല, മോൾ എന്നോട് കൂട്ടാവും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളുടെ അരികിലേക്ക് ചെന്നിരുന്ന് മോളെ ഇങ്ങോട്ട് നോക്കെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും മുഖം തിരിച്ച് പേടിയോടെ ഇരിപ്പാ. കുറച്ച് ചിപ്സ് എടുത്തു കൊടുത്ത് പിടിക്കെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ടെങ്കിലും അവൾ അതേ ഇരിപ്പ് തന്നെയാ. പിടിക്കെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് കഴിച്ചോ എന്ന് പറയുന്നുണ്ട് ടീച്ചറമ്മ. കഴിക്കും മോളെന്ന് ടീച്ചറമ്മ വീണ്ടും നിർബന്ധിക്കേ. അവൾ പരിഭ്രമത്തോടെയും ചിരിയോടെയും കഴിക്കാനായി തുടങ്ങുകയാ. മിടുക്കി കുട്ടി കണ്ടോ, മോളിപ്പോ എന്നോട് കൂട്ടായല്ലോ എന്ന് ടീച്ചറമ്മ സന്തോഷത്തോടെ പറയേ. വിജിയെ അടുക്കാൻ ഇത്തിരി പാടാ എന്നവളുടെ അച്ഛനും പറയുന്നുണ്ട്. എന്റെ അടുത്ത് ഇണക്കമായി അല്ലേ മോളെ എന്ന് ടീച്ചറമ്മ ചോദിക്കേ. വിജിയും ചിരിക്കുന്നുണ്ട്. സുജിയുടെ അച്ഛനപ്പോഴേക്കും പറയുന്നുണ്ട് എനിക്ക് കുമാർ കാരണം ശരിക്കും ടെൻഷൻ ഉണ്ടെന്ന്. ടെൻഷനൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് ശിവരാമേട്ടനും. എത്രയും പെട്ടെന്ന് സുജിയുടെ കെട്ട് നടത്തണമെന്നാ എന്റെ താല്പര്യം. എന്തേലും ബുദ്ധിമുട്ട് വന്നാ എനിക്കൊന്നും ചെയ്യാനൊക്കില്ല അതാ എന്ന് സുജിയുടെ അച്ഛൻ പറയേ. വൈകാതെ നടത്താൻ തന്നെ നമുക്ക് ആലോചിക്കാം, അങ്ങനെയല്ലേ കൊച്ചേ എന്ന് ശിവരാമേട്ടൻ ടീച്ചർമ്മയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നോക്കാമേട്ടാ എന്ന് സരസ്വതിയും. എന്തെങ്കിലും ഒരു ഉറപ്പിക്കൽ ഉടനെ ചെയ്യണമെന്ന് ശിവരാമേട്ടൻ പറയേ. അത് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി, എന്തായാലും ഞങ്ങൾക്ക് സമ്മതമാണെന്ന് സുജിയുടെ അച്ഛനും. ഞങ്ങള് വീട്ടിലും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് ശിവരാമേട്ടൻ പറയേ. അത് മതിയെന്ന് സുജിയുടെ അച്ഛനും സമ്മതിക്കുക. ടീച്ചറമ്മ വീണ്ടും വിജിയോടായി കഴിക്കെന്ന് പറഞ്ഞ് സുജിയോടായി സുജി ഇപ്പൊ ഒരുപാട് റീഹാബ് പ്രോഗ്രാംസ് ഉണ്ട്. വിജിക്ക് ആദ്യം കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ആത്മവിശ്വാസമാണ് വേണ്ടത്, പിന്നെ സ്കിൽ ട്രെയിനിങ്ങും തൊഴിൽ പരിശീലനവും ഒക്കെ ഉണ്ട് എന്ന് ടീച്ചറമ്മ പറയേ. കുറെ നോക്കിയതാ ടീച്ചർ, പിന്നെ എല്ലാത്തിനും ഞാൻ തന്നെ ഓടണം. അച്ഛന്റെ കാര്യം കൂടി ആയപ്പോ പറ്റാതായി പോയി. എനിക്കൊരാളുടെ സപ്പോർട്ട് ഉണ്ടായാൽ എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ഇപ്പോ കുറെ കാലായി ഒറ്റയ്ക്കോടി വല്ലാതായി എന്നവൾ പറയേ. ഇനി ഒരാളല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ. സുജിയെ ഒറ്റയ്ക്കോടി വല്ലാതാവണ്ടെന്ന് ടീച്ചറമ്മ പറയേ. സുജിക്കും സന്തോഷമാവുകയാ. അപ്പോ കാര്യങ്ങള് വീട്ടില് കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ വിളിക്കാമെന്ന് ശിവരാമേട്ടൻ പറയേ. ആയിക്കോട്ടെ എന്ന് സുജിയുടെ അച്ഛനും. എന്ന് ഞങ്ങൾ ഇറങ്ങാ എന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ യാത്ര പറയാൻ തുടങ്ങുന്നേരം എന്തായാലും വിളിച്ചറിയിച്ചാ മതി എന്ന് സുജിയുടെ അച്ഛനും. ടീച്ചറമ്മ വിജിയോടും പോയിട്ട് വരാട്ടോ മോളെ എന്ന് യാത്ര പറയേ. ടീച്ചറോട് കൂട്ടായി എന്ന് സുജിയും സന്തോഷത്തോടെ പറയുകയാ. അങ്ങനെ അവർ സുജിയുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാ. രാത്രിയാവുമ്പോ മഹേഷിന്റെ വീട്ടിൽ ഹോംവർക്ക് ചെയ്യുന്ന തിരക്കിലാണ് ഋതുവും രേണുകയും. പിന്നെ പഠിക്കാമെന്ന് ഋതു പറയേ. എഴുതടാ, ഹോംവർക്ക് ചെയ്തിട്ടുള്ള കളിയൊക്കെ മതി എന്ന് രേണുവും അവനെ വഴക്കു പറഞ്ഞ് ഹോംവർക്ക് ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും മഹേഷും അങ്ങോട്ടെത്തി. ഋതു പഠിക്കായിരുന്ന ഡൈനിങ് ടേബിളിലേക്ക് ഒരു കവർ വെച്ച് അല്ലടാ ഇപ്പൊ ഇതാണോ നിന്റെ സ്റ്റഡി റൂം എന്ന് ചോദിക്കേ. അച്ഛാ എനിക്കവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ബോറടിക്കും അതാ എന്ന് ഋതുവും. ഇവിടെ ആവുമ്പോ എന്റെ അടുത്ത് അടിയും കൂടി കളിച്ചിരിക്കാലോ അല്ലേ എന്ന് രേണു ചോദിക്കേ. ഇവിടെ അമ്മയും ഒറ്റയ്ക്കാവില്ലേ എന്ന് ഋതുവും. കറക്റ്റ് എന്ന് പറഞ്ഞ് മഹേഷും ആ ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്കുമ്പോഴേക്കും അച്ഛാ എന്റെ പ്രോജക്ട്സ് നോക്കിയോ എന്ന് ഋതു ചോദിക്കുന്നുണ്ട്. ഞാൻ ബേക്കറിയിൽ ഇരുന്നപ്പോഴേ കുറച്ച് തപ്പി വെച്ചിട്ടുണ്ട് എന്നവൻ പറയുമ്പോഴേക്കും അപ്പൊ നിങ്ങളിരിക്കെ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് രേണു അടുക്കളയിലേക്ക് പോവുകയും പറയച്ചാന്ന് ഋതു പറയേ. സുഹാസിനി മുലായി പ്രശസ്ത അഭിനേത്രിയാണ്, ദേശീയ അവാർഡ് വിന്നറാണ്, പിന്നെ ഡോക്യുമെന്ററി മേക്കർ ആയിട്ടാണ് തുടക്കം. സ്വതന്ത്രവും വ്യക്തവുമായ ചിന്താഗതിയുള്ള വ്യക്തിത്വം. അടുത്തത് ജെയിൻ ഹോണ്ട്, 2 ഓസ്കാർ നേടിയിട്ടുള്ള ഹോളിവുഡ് നടി, ആക്ടിവിസ്റ്റ് ആണ് എന്നൊക്കെ മഹേഷ് വിവരിക്കെ. ശരി, ഇനി ഇവരുടെയൊക്കെ കോമൺ ഫാക്ടേഴ്സ് പറ അച്ഛാ എന്ന് ഋതുവും. അപ്പോഴേക്കും രേണുവും മഹേഷിനുള്ള ചായ കൊണ്ട് കൊടുക്കുകയാ. കോമൺ ഫാക്ടേഴ്സ് പലരും അവരുടെ മേഖലയിലെ പ്രതിഭകളാണ്, സ്വന്തമായിട്ടും അതിലൊരിടമുണ്ടാക്കിയവര്, പ്രായമായിട്ടും കരിയറിൽ തുടരുന്നവര് എന്നവൻ വിവരിക്കെ. ഇതൊന്നുമല്ലാതെ ഒരു പ്രധാന കാര്യമുണ്ടച്ച എന്ന് ഋതുവും. അവൻ സംശയത്തോടെ എന്താ അത് എന്ന് ചോദിക്കേ. ഇവരൊക്കെ റീമാരേജ് ചെയ്തവരാ, അതും പ്രായമായിട്ട്. സുഹാസിനി മുലായി 60ലും ടീന ടേണർ 73ലുമാ റീമാരേജ് ചെയ്യുന്നത്. അവർക്ക് പിന്നെയും കരിയർ ഗ്രോത്ത് ഉണ്ടായതേയുള്ളൂ.
എന്നവൻ പറയുന്നത് കേൾക്കെ ആണല്ലേ എന്ന് മഹേഷും. ഞാൻ പറഞ്ഞത് ഏത് കാര്യത്തിനാണെങ്കിലും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് ഋതു പറയേ അതെ അതെ എന്ന് മഹേഷും സമ്മതിക്കുക. ഇപ്പോ റീമാരേജിനാണെങ്കിലും ശരിയല്ലേ അച്ഛാ? അവൻ ചോദിക്കേ അതെ കറക്റ്റ് എന്ന് ചിരിയോടെ മഹേഷ്. കറക്റ്റ് പോയിന്റ് ആണെങ്കിലേ പിന്നെ അച്ഛനും രാധമ്മയും എന്തിനാ അച്ഛമ്മയോട് വഴക്കിടുന്നേ? ലൈഫ് ലോങ് സ്വന്തം ജീവിതത്തില് ഡ്രീംസിലാണ് എൻഗേജ്ഡ് ആവാൻ. കൊച്ചു പിള്ളേരെ നോക്കലല്ല പ്രായമുള്ളവരുടെ പണി. 70s-ലും 80s-ലും വിൻ ചെയ്തു നിൽക്കുന്ന ലേഡീസിന് പറ്റുന്നത് അച്ഛമ്മയ്ക്കും പറ്റും എന്നവൻ പറയെ ഉത്തരം മുട്ടിയ മഹേഷും ഋതു പിള്ളേരുടെ വർത്തമാനം പറഞ്ഞ മതി എന്ന് വഴക്കു പറയെ പറയുന്ന പോയിന്റ്സ് നോക്കിയാ മതി അച്ഛാ. പിള്ളേര് പറയുന്നതാണെങ്കിലും റെലവെന്റ് ആണോ എന്ന് നോക്കണം. സത്യത്തിലെ പിള്ളേരുടെ വർത്താനം എന്നൊന്നും ഇല്ലച്ചാ എന്നവൻ വാദിക്കുന്നത് കേട്ട് പിടിച്ചു നിൽക്കാനാവാതെ രേണു നീ കഴിക്കാൻ എടുത്തു വെക്കേ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മഹേഷ് അവിടുന്ന് രക്ഷപ്പെടുകയാ. രേണുവും ചിരിയോടെ ഋതുവിനോടായി എടാ ഋതുവേ സംഗതി ഏറ്റിട്ടുണ്ടാ എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. അവിടെ മാധവത്തിൽ ബെഡ്റൂമിലിരുന്ന് ലക്ഷ്മി കുഞ്ഞയെ വിളിക്കുകയാണ് കനിയും ചെറിയമ്മയും. ഹലോ കുഞ്ഞ എന്ന് കനി വിളിക്കേ. ഹായ് കനിക്കുട്ടി എന്ന് ലക്ഷ്മിയും. ഇതെങ്ങനെയുണ്ടെന്ന് കനി ചോദിക്കേ. ഓ ഇന്നലെ മൈനസിലേക്ക് പോയി. ഇവിടെ പിന്നെ സെൻട്രൽ ഹീറ്റിംഗ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിലേ സ്നോമാൻ ആയേനെ എന്ന് ചിരിയോടെ ലക്ഷ്മിയും. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട് എന്ന് കനി പറയേ. ഓ നല്ല ചൂടല്ലേ അവിടെ എന്ന് ലക്ഷ്മിയും. പിന്നെ അല്ലാതെ പണ്ടേ നമ്മള് ചൂടും തണുപ്പും കളിക്കൂലേ അതുപോലെ ഇപ്പോ നീ തണുപ്പിലും ഞങ്ങൾ ചൂടിലുമെന്ന് സരസു പറയേ. നിനക്ക് അങ്ങനെ തന്നെ വേണം. നരകത്തിലാ ചൂട് സ്വർഗത്തിലെ തണുപ്പാടി എന്ന് ലച്ചു പറയേ. ഓ നമ്മൾ മാത്രം നരകത്തിലിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാവേ സ്വർഗത്തിലിരുന്ന് അങ്ങ് സുഖിക്കേ. ഡി ഇവിടെ നിന്റെ പാറച്ചേച്ചിയും രാമേട്ടനും വന്നിട്ടുണ്ടേ എന്ന് സരസ് പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ മുംബൈന്ന് അവരെ പുറത്താക്കിയോ എന്ന് ലച്ചു. കനിയെ ഏതോ ക്രിസ്ത്യാനിയെ കൊണ്ട് കെട്ടിക്കാൻ പോവാന്ന് പറഞ്ഞേ. ഫ്ലൈ പിരിഞ്ഞു കഴിയുന്ന ആധുനിക മനുഷ്യര് ഫ്ലൈറ്റ് എടുത്തിങ്ങ് ഓടിപ്പാഞ്ഞു വന്നതാ. കൊല്ലങ്ങളായിട്ട് നേരി കിട്ടാതിരിക്കുവല്ലേ ആ കുറവ് അങ്ങ് തീർത്തു. നമുക്ക് രണ്ടാൾക്കും കനിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള റൈറ്റിനു താഴെയെ വേറെ ആർക്കുമുള്ളൂ എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് സരസ് പറയേ. ഓ അത് നന്നായെന്ന് ലച്ചു. കാര്യങ്ങളിലൊരു തീരുമാനമായിട്ടേ അവര് മടങ്ങുന്നുള്ളൂ. ഇപ്പൊ അവര് ടൗണിലുണ്ടടിയെന്ന് സരസു പറയേ. എന്നെ അവരെ കാണാൻ വിളിച്ചിരുന്നു എന്ന് കനിയും. എന്നിട്ട് പോയി കണ്ടോ നീ എന്ന് ലച്ചു ചോദിക്കേ. അച്ഛനും അമ്മയും ഒന്നിച്ചാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞെന്ന് കനിയും. അത് കളിക്കിയെന്ന് ലക്ഷ്മി കുഞ്ഞ് പറയേ. എന്നിട്ട് ഒന്നിച്ച് കാണുകയും ചെയ്തു എന്ന് കനി പറയുന്നത് കേൾക്കേ. ആ പിള്ളേരുടെ മുന്നിൽ തന്നെയാ അച്ഛനമ്മമാരെ തോറ്റു കൊടുക്കേണ്ടത് എന്ന് ലക്ഷ്മി കുഞ്ഞയും പറയുന്നുണ്ട്. ഇവിടെ ഞാനാണ് ആകെ തോറ്റു തുന്നം പാടി നിൽക്കുന്നത്. പിന്നെ ഞാൻ രണ്ടാളോടും കാര്യമായിട്ട് സംസാരിച്ചു. മനസ്സിലാക്കാൻ സാധ്യത കുറവാ. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് എനിക്കൊരു മനസ്സമാധാനമുണ്ട്. പിന്നെ എന്റെ കാര്യങ്ങൾക്ക് ചെറിയമ്മയുടെയും ലക്ഷ്മി കുഞ്ഞയുടെയും സപ്പോർട്ടുണ്ട്. അത് മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്ന് കനി പറയേ. ആഹാ അപ്പൊ അവരൊന്നും പറഞ്ഞില്ലേ എന്ന് ലക്ഷ്മി കുഞ്ഞയെ. അവരെന്ത് പറയാനെന്ന് കനി ചോദിക്കേ. അപ്പൊ ഞാൻ ഒഴികെ എല്ലാ എണ്ണവും നാട്ടിൽ കിടന്നങ്ങ് വിലസുവാ അല്ലേ? ഇത് ശരിയാവില്ലെന്നേ ഞാനും വരുവാ എന്ന് ലച്ചു പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ. എന്നാ പിന്നെ നീ പോര് നിന്നോട് ആരെങ്കിലും വരണ്ടെന്ന് പറഞ്ഞോ എന്ന് സരസുവും ചോദിക്കുന്നുണ്ട്. ആ നോക്കട്ടെ ലീവൊക്കെ വലിയ പാടായിപ്പോ. സു പാറു ചേച്ചി പറയുന്നതൊന്നും അങ്ങ് അംഗീകരിച്ചു കൊടുക്കണ്ട കേട്ടോ. പണ്ടേ ഉള്ളതാ ചേച്ചിയുടെ ഈ ഹുങ്ക്. എന്തായാലും കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ശരിക്കും ഒന്നങ്ങ് റിപ്പയർ ചെയ്ത് വിട്ടാ മതി എന്ന് ലക്ഷ്മി കുഞ്ഞ പറയുന്നത് കേൾക്കെ. അത് അത്രയേ ഉള്ളൂ എന്ന് കനിയും. കുഞ്ഞ ആരാ ഈ വിവരം അമ്മയുടെ ചെവിയിലെത്തിച്ചതെന്ന് അറിയോ എന്ന് കനി ചോദിക്കേ. ആരാ ഇത്ര വലിയ കുത്തിത്തിരിപ്പ് എന്ന് ലക്ഷ്മിയും. മോഹൻ എന്ന് കനി പറയേ. അവൻ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും. എന്തായാലും കാര്യങ്ങളൊക്കെ നീ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേ. ഞാൻ എന്തായാലും വരാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. അത് ചെയ്യട്ടെ എന്ന് ലച്ചു പറയേ. നീ നോക്കടി എന്ന് സരസു. ശരി കുഞ്ഞ ബൈ എന്ന് പറഞ്ഞ് കനിയും കോൾ വെക്കുകയാ. ലക്ഷ്മി കുഞ്ഞ കൂടി എത്തിയാ നിങ്ങൾ സഹോദരങ്ങളെ എല്ലാരും ആവും. എന്നാലേ ഗംഭീര കലാശക്കൊട്ടാവും എന്ന് കനിയും ചെറിയമ്മയോടായി പറയുക. അവിടെ ഫ്ളാറ്റിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക പാർവതി. ബെല്ലിന്റെ ശബ്ദം കേൾക്കെ കമീൻ എന്ന് അവൾ അവിടെ തന്നെ ഇരുന്ന് വിളിച്ചു പറയുകയാ. ശിവരാമേട്ടൻ അങ്ങോട്ട് വരുമ്പോഴും അവൾ ജോലിയിൽ തന്നെ ആയിരുന്നു. മൂത്താർ മലയിലെ ഒരു കർഷകനാ എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കെ പാറു തിരിഞ്ഞു നോക്കി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. മനസ്സിലായില്ലേ നിന്റെ വകയിൽ ഒരു ഏട്ടനായിട്ട് വരും. ശിവരാമേട്ടൻ പറയേ. ഏട്ടൻ ഇരിക്കേ എന്ന് പാർവതിയും. ശിവരാമേട്ടൻ ആ സോഫയിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഇന്നലെ കനിക വന്ന് കണ്ടിരുന്നു. അപ്പോ റാംജിയും ഉണ്ടായിരുന്നെന്ന് പാർവതി പറയേ. നീ ഞങ്ങളെയൊക്കെ മറന്ന് അവിടെ തന്നെ അങ്ങ് ഉറപ്പിച്ചല്ലേ? ഇടയ്ക്ക് ഞങ്ങളെ ഒന്ന് വന്ന് കാണണമെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. 2 തവണ ജീവനും കയ്യിൽ പിടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ആദ്യം പന്നി എന്റെ കാല് കുത്തി പൊട്ടിച്ചു. കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞൊരവസ്ഥയായിരുന്നു. പിന്നെ അതേ കാലിന് പഴുപ്പടിച്ച് അതും ക്രിട്ടിക്കലായതാ. 2 തവണയും നീ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് പോലുമില്ല. നിനക്ക് ഞാൻ ചത്താലെന്ത് ജീവിച്ചാലെന്ത് അല്ലേ? നിന്റെ മനസ്സിൽ ഞങ്ങളൊക്കെ നേരത്തെ മരിച്ചല്ലോ. കൊള്ളാം ഒരേ ചോരയാണ് അനിയത്തിയാണെന്നൊക്കെ പറയാമെന്ന് മാത്രം. രക്തത്തിലല്ലല്ലോ ബന്ധം വേണ്ടത് ഉള്ളിലല്ലേ? സരസ്വതി മരിച്ചുപോയെന്ന് നാടാകെ അറിഞ്ഞിട്ടും നീ വന്നില്ല. അത് കഴിഞ്ഞ് അവൾ മടങ്ങി വന്നു. കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞിരുന്നുവെന്ന് എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ടും നിന്റെ നെഞ്ചു പിടഞ്ഞില്ല അല്ലേ? നമ്മൾ 4
മക്കളിൽ നിനക്ക് മാത്രമാ ഇങ്ങനെയൊരു ബന്ധമില്ലാതായി പോയത്. നിനക്ക് ഞങ്ങളോട് മാത്രമല്ല ആരോടും ബന്ധമുണ്ടായില്ല. നീ നിന്റെ കെട്ടിയവനെ ഉപേക്ഷിച്ചു, മോളെ ഒപ്പം കൂട്ടിയില്ല. ഇതൊന്നുമില്ലാതെ എന്ത് ജീവിതമാ നീ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോ വിവരക്കേട് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാവാത്തതായിരിക്കും. അതൊക്കെ പോട്ടെ, ഒടുവിൽ മോൾ ഇഷ്ടമുള്ളൊരു ബന്ധത്തിലോട്ട് പോകുമ്പോ അതിനെതിരെ തടസ്സം നീക്കാൻ ചെല്ലല്ലേ എന്ന് ശിവരാമേട്ടൻ പറയേ. വേറെ മതത്തിലെ പയ്യനെയൊന്നും കെട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പാർവതിയും പറയുകയാ. നിന്റെ ഏട്ടൻ കെട്ടിയത് ഒരു ലില്ലിക്കുട്ടിയല്ലേ? ഇതെന്തേലും പറ്റിയോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കേ. ഏട്ടന്റെ അടുക്കളക്കാരിയല്ലേ, ഇനി ഏതു മതമായാലെന്താ എന്ന് പാർവതിയും. ഇങ്ങനെ പറയാനേ നിനക്കറിയൂ. ദേ, ലില്ലി എന്റെ അടുക്കളക്കാരിയൊന്നുമല്ല, എന്റെ 3 പിള്ളേരുടെ അമ്മച്ചിയാ. നിന്റെ അടുത്താ ഞാൻ ബന്ധത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. നല്ല കാര്യവുമുണ്ടോ? നിങ്ങൾ ആളായിട്ട് നിന്ന് കെട്ട് നടത്തി കൊടുക്കണമെന്നേ എനിക്കിപ്പോ പറയാനുള്ളൂ. നിങ്ങളുടെ ഒരു തീരുമാനമെങ്കിലും ആ കൊച്ചിനെ സന്തോഷിപ്പിക്കട്ടെ എന്ന് ശിവരാമേട്ടൻ പറയേ. എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലെന്ന് പാർവതിയും തീർത്തു പറയുകയാണ്. ശിവരാമേട്ടനും ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് എന്നാ പിന്നെ നിനക്ക് തോന്നിയ പോലെ ചെയ്യ. എന്തിനാ ഈ ചെറിയ ജീവിതത്തിൽ ഇത്രയും വലിയ വാശിയെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ എന്തായാലും ആ കൊച്ചിന്റെ ഇഷ്ടത്തിനൊപ്പമേ നിൽക്കൂ എന്ന് ശിവരാമേട്ടനും തീർത്തു പറയേ. ചേട്ടനിരിക്കെ, ഞാനൊരു ചായ പറയാമെന്ന് പാർവതി. വേണ്ട, നീ വിളിച്ചിട്ട് ഞാൻ വന്നതൊന്നുമല്ലല്ലോ, ഞാനായിട്ട് വലിഞ്ഞു കയറി വന്നതല്ല. അതുകൊണ്ട് ചായയൊന്നും വേണ്ട, നീ വാങ്ങിച്ചു കുടിക്ക്. നമ്മുടെ അപ്പന്റെ ചായക്കട നിനക്ക് ഓർമ്മയുണ്ടോ? നീ അതും മറന്നു കാണും. കുറച്ചുകാലം ചായക്കിടയ്ക്ക് പിന്നിലെ ചായപ്പിലായിരുന്നു നമ്മുടെ താമസം. ലച്ചുവും സരസവും പിന്നെ നീയും 3ആൾക്കും എന്റെ അടുത്ത് ചേർന്നു തന്നെ കിടക്കണം. ലച്ചുവും സരസവും ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്നെ ഒട്ടിക്കിടക്കും. നിനക്കെന്നും നിർബന്ധപൂർവം എന്നെ ചേർന്ന് കിടക്കണമായിരുന്നു. നിനക്ക് അന്നേ വാശിയായിരുന്നു. ഞാനിപ്പോ ജീവിക്കുന്നതേ ഈ ഓർമ്മകളുടെ പുറത്താ. നീ ജീവിക്കുന്നത് മറവിയുടെ പുറത്തും. എന്റെ ഒരു ദിവസവും നിങ്ങൾ 3നെയും അച്ഛനെയും അമ്മയെയും ഓർക്കാതെ കടന്നു പോവില്ല. ഓർമ്മയിൽ എല്ലാവരും വരുന്നത് നമ്മുടെ അടുത്ത് അവർ വരും പോലെ ആയിരിക്കും. നിനക്കതൊന്നും മനസ്സിലാവില്ല. നീ വലിയ ബോംബെക്കാരിയായി പോയില്ലേ? സമയവും മനസ്സുമുണ്ടേലെ മുത്താർ മലയിലേക്ക് ഇറങ്ങ. നീ ഇറങ്ങില്ലാന്ന് എനിക്കറിയാം. എന്റെ കെട്ടിയോള് ലില്ലിക്കുട്ടിയല്ലേ? ഞാൻ ഇറങ്ങുന്നു. നിന്റെ കെട്ടിയോൻ ആ രാമനെയൊന്നും ഞാൻ കാണുന്നില്ല. നിനക്കില്ലാത്ത ബന്ധം എനിക്കെന്തിന്? അല്ല, നിന്റെ അടുത്ത് ആരാ കാനിയുടെ കാര്യം വിളിച്ചു പറഞ്ഞത് എന്ന് ശിവരാമേട്ടൻ ചോദിക്കേ. അതാ മോഹനാ. പാർവതിയും പറയുന്നുണ്ട്. അറിയാലോ, അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്നവനാ എന്ന് പറഞ്ഞു പോവാൻ തുടങ്ങിയ ശിവരാമേട്ടൻ വീണ്ടും തിരിഞ്ഞു നിന്ന്, വിളിപ്പുറത്ത് നീ എത്തുമ്പോൾ നിനക്കെന്നെ കാണാൻ തോന്നിയില്ലെങ്കിലും എനിക്കത് പറ്റില്ല, അതാ ഞാൻ ഇറങ്ങിയത്. ശരി എന്നാ എന്ന് പറഞ്ഞ് ശിവരാമേട്ടനും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. പിന്നീട് പുറത്തൊരിടത്ത് വെച്ച് സന്തോഷിനെ കാണുകയാണ് വീണ. സന്തോഷേട്ടന്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഒരു കാര്യം ചെയ്തു, അതിന് സോറി എന്നവൾ പറയേ. എന്താ എന്ന് സന്തോഷം. ഞാൻ സന്തോഷേട്ടൻ പറയാതെ പൊട്ടിക്കരുതെന്ന് പറഞ്ഞ ആ ഗിഫ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചു. സോറി എന്നവൾ പറയേ. എന്തായാലും തുറക്കരുതെന്ന് പറഞ്ഞാൽ തുറക്കാനും പൊട്ടിക്കരുതെന്ന് പറഞ്ഞാൽ പൊട്ടിക്കാനും ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് തോന്നിയിരുന്നു വീണ പൊട്ടിക്കുമെന്ന് എന്ന് സന്തോഷ് പറയേ. പക്ഷേ പൊട്ടിച്ചത് നന്നായെന്ന് എനിക്ക് തോന്നി. ഇക്കാര്യം അറിയാൻ ഞാൻ ഇനിയും വൈകിയേനെ. എന്തൊരു എഴുത്താണ് സന്തോഷേട്ടാ. ഞാൻ ഇതുവരെ കാണാത്ത ഒരെന്നെ എനിക്ക് കാണിച്ചു തന്നു. നിങ്ങള് എത്ര സൂക്ഷ്മമായി പലതും മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് എനിക്ക് വായിച്ചപ്പോഴാണ് മനസ്സിലായത് എന്നവൾ പറയുന്നത് കേൾക്കെ ചിരിയോടെ നിൽക്കുന്ന സന്തോഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ലക്ഷ്മി നാട്ടിലേക്ക് എത്തുന്നതും റാംജിക്കും പാർവതിക്കും കനിയുടെ കാര്യത്തിൽ മനംമാറ്റമുണ്ടാകുന്നതും വിവാഹ കാര്യങ്ങളിൽ സംശയത്തോടെ ഡിറ്റക്റ്റീവ് എക്സായ കല്ലു കനിയെ ചോദ്യം ചെയ്യുന്നതും റിജിയുടെയും സുജിയുടെയും കല്യാണ നിശ്ചയം നടത്തുന്നതുമെല്ലാമാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.